നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന ഏകദേശം 300-400 ഗ്രാമോളം ഇടിച്ചക്കയാണ്. അത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇടിച്ചക്ക വേവിച്ചത്, പിന്നെ അതിൻ്റെ അരപ്പിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ അരമുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്. ഇത്രയും സാധാരണ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് മിക്സിക്കകത്ത് ഒന്ന് കറക്കി എടുക്കണം. പണ്ട് കാലത്ത് ഇത് അരകല്ലിൽ വെച്ചാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇടിച്ചക്ക എന്ന പേര് വരുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഏകദേശം 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിവിടെ 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് കീറിയിട്ടിരിക്കുന്നത് മുറിച്ചിട്ടിരിക്കുന്നത് ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇടണം. അതും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കഴിഞ്ഞ് അത് ഏകദേശം ആയി കഴിയുമ്പോൾ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിടണം. അരപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇളക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അധികം ഇടേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇടിച്ചക്ക അല്പാൽപ്പമായിട്ടിട്ട് കൊടുക്കണം. ഒന്നിച്ച് എല്ലാം കൂടി ഇടരുത്, കാരണം അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്പാൽപ്പമായിട്ട് ഇട്ട് നമ്മൾ ഏകദേശം ഇട്ട് തീരാറായി. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മുഴുവൻ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി അരപ്പുമായിട്ട് നന്നായിട്ട് യോജിക്കണം. നന്നായിട്ട് തന്നെ ഇളക്കണം, എല്ലാ ഭാഗത്തും അതിൻ്റെ അരപ്പ് മിക്സ് ആകാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് ഏകദേശം 5 മിനിറ്റോളം വേവിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഇളക്കി നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം അത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുണ്ടാക്കി ഇടിച്ചക്ക രുചിച്ച് നോക്കാം. ഇതിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കഴിച്ചു നോക്കാം. ഇനി നല്ല രുചിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.